ഒരാൾ ഒരു സംശയം ചോദിച്ചു. നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അതായത് നിരന്തരമായി ആളുകൾക്ക് ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നം ഉണ്ടാകും. അപ്പൊ അവർക്ക് എത്ര ഉദവെടുത്താലും ആദ്യങ്ങളെ മൂലമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആള് എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം. അപ്പൊ ഇതിനെ മുഖാക്കൾ പറഞ്ഞ ഒരു പേരാണ് ദാഹിമുൽ ഹദത്ത്. കൃത്യമായി അശുദ്ധിയുള്ള ആളെന്നാണ് അയാളെ കുറിച്ച് പറയുന്നത്. ചില ശുദ്ധിയായാലും ശുദ്ധിയാകുന്നില്ല, പെട്ടെന്നായിട്ട് ഉറവുപോകും. ഒരാളുകൾക്ക് മൂത്രത്തിന്റെ പ്രശ്നം, മൂത്രം ഇങ്ങനെ ഉദ്യോഗമുണ്ടാവും. ഉതെടുത്താലും മുദ്രിച്ചാലും പിന്നെ മൂത്രം ഇങ്ങനെ ഉദ്യോഗമുണ്ടാവും. അയാളെ കുറിച്ചും ഇതന്നെ പറഞ്ഞു ദാഹിമുൽ ഹദത്ത്. അതുപോലെ പല സ്ത്രീകളുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഇസ്തിഹാദത്തുള്ളവരെന്ന് പറഞ്ഞു. അതായത് മെൻസസ് അല്ല, അയവല്ല, നിഫാസും അല്ല. ഇത് കുടിയാൻ 15 ദിവസം, 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ, ചോര വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെ കുറിച്ച് പറയാൻ ഇസ്തിഹാദത്തുള്ളവരുണ്ടെന്ന് പറഞ്ഞു. എത്രയോ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ബ്ലീഡിംഗ് ആയോണ്ടിരിക്കുന്നുണ്ടാകുന്ന പെണ്ണ്. അപ്പൊ അവരെ കുറിച്ച് പറയുന്നത് ദാഹിമുൽ ഹദത്ത്, അശുദ്ധിയുള്ള ആളുകൾ. അപ്പൊ അവരെന്താണ് ചെയ്യേണ്ടത് എന്നത് മഹാക്കള് വ്യക്തമായി പറഞ്ഞു. അങ്ങനെ നിരന്തരമായി ഉറവ് നിൽക്കാത്ത ആളുകൾ ചെയ്യേണ്ടത്, അവർ നിസ്കാരത്തിന്റെ സമയം കടന്നതിന് ശേഷം, നമുക്കിപ്പോ സുബഹിന് മുമ്പ് തന്നെ ഉദവെടുത്തിട്ട് ഇപ്പൊ രാത്രി അടുത്ത ഉദവിട്ടുണ്ടെങ്കിൽ ആ ഉദവിന് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. പക്ഷെ ഈ നിരന്തരമായി അശുദ്ധിയുള്ള ആളുകൾ, അതായത് ഉദവ് ഇങ്ങനെ നിൽക്കാത്ത ആളുകൾ, അവർ ചെയ്യേണ്ടത് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ പെട്ടെന്ന് ഉദവെടുക്കണം. ഉദവെടുത്തിട്ട് പിന്നെ വൈദ്യം പിരിയാനുണ്ട് താക്കാനെന്തില്ല, ഉദവെടുക്കൽ വേവതത്തിൽ നിസ്കരിക്കുക. അപ്പൊ ആ നിസ്കാരത്തിന്റെ ഇടയിൽ കാറ്റ് പോയാൽ പ്രശ്നമില്ല, അവരുടെ നിസ്കാരം ചെയ്യാവും. അവർ നിസ്കാരം ചെയ്യാവും. കാരണം അവർക്കത് ഒരു രോഗമാണ്, അതൊരു രോഗമാണ്. അപ്പൊ ആ രോഗത്തിനനുസരിച്ചിട്ട് എല്ലാവരും നിസ്കരിക്കാതിരിക്കുക എന്നതില്ല. നിസ്കാരം അതിന്റെ സമയമാകുമ്പോൾ കൃത്യമായി നിസ്കരിക്കുക എന്നത് ബുദ്ധിയുള്ള കാലത്ത്, ശുദ്ധിയുള്ള കാലത്ത് ഓരോ മുസ്ലിമായ മനുഷ്യന് നിർബന്ധമായ ഒരു വിഷയം. അപ്പൊ അവർ ചെയ്യേണ്ടത് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ പെട്ടെന്ന് ഉദവെടുക്കുക, എന്നിട്ട് അയാൾ പെട്ടെന്ന് നിസ്കരിക്കുക. ഈ ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നം ആൾക്ക് പ്രശ്നമല്ല, അയാൾ പള്ളിക്ക് വരുന്നെങ്കിൽ ബുദ്ധിമുട്ടല്ല. അല്ലാത്ത ആളുകൾ പള്ളിക്ക് വരാതിരിക്കാനാണ് നല്ലത്. അത് ഈ മൂത്രവാർച്ച ഉള്ള ആളുകൾ അങ്ങനെ പള്ളിയല്ലേ, പള്ളിക്ക് ചിലപ്പോ അതിന് വേണ്ടിയിട്ട് മൂത്രമുള്ള അങ്ങനത്തെ ആളുകൾ അതിനുള്ള സംവിധാനം ചെയ്യണം. മൂത്രം മുറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങൾ അവരുടെ പുതിയ സ്ഥാനത്ത് കെട്ടേണ്ടി വരും. ഇതിന് കാരണം നമ്മുടെ വസ്ത്രം നജസാവും, നമ്മുടെ സ്ഥലം നജസാവും, മൂത്രം കുത്തിയാൽ അങ്ങനെ നജസായാൽ ചിലപ്പോൾ നമ്മുടെ നിസ്കാരത്തിന്റെ ബാധ്യത. നമ്മുടെ ശരീരത്തിലോ നമ്മുടെ നിസ്കരിക്കുന്ന സ്ഥലത്തിലോ നജസ് കുറ്റിയാൽ നമ്മുടെ നിസ്കാരം ബാധ്യമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ, ഈ മൂത്രവാർച്ച ചെയ്യുന്ന ആളുകൾ, അവർ ചെയ്യേണ്ടത് കഴിവിന്റെ പരമാവധി അവരുടെ വീട്ടിൽ തന്നെ നിസ്കരിക്കുക. ഇത് പ്രശ്നമല്ല. ഈ കാറ്റ് വന്നാൽ നമുക്ക് പള്ളി നജസാവണത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ ഇസ്തിഹാദത്തുള്ള പെണ്ണുങ്ങൾ, അതായത് നിരന്തരമായി ഇങ്ങനെ ബ്ലീഡിംഗ് പോകുന്ന പെണ്ണുങ്ങളാണെങ്കിൽ അവർ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അതായത് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അവരുടെ തൊഴിൽസ്ഥാനങ്ങളൊക്കെയും കഴുകി വൃത്തിയാക്കി, എന്നിട്ട് പിന്നെ രണ്ടാമത് രക്തം വന്നാൽ അത് വസ്ത്രത്തിൽ പുരടാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ നമ്മുടെ കിതാബിൽ വരുന്നത് പഞ്ഞു പോലെയുള്ള സാധനങ്ങൾ വെച്ച് കെട്ടാനാണ്. ഇന്ന് അതിനുള്ള സംവിധാനം ഇഷ്ടം പോലെയുണ്ട്. പേടും അതുപോലെയുള്ള കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പീടികയിലുള്ള സാധനം കിട്ടുന്നുണ്ട്. അപ്പൊ പുതിയ സാധനങ്ങളൊക്കെ കഴുകി അത് വെക്കേണ്ട അത് വെച്ച് എന്നിട്ട് ഒന്നുമെടുത്തിട്ട് പെട്ടെന്ന് നിസ്കരിക്കുക എന്നതാണ് സ്ത്രീകൾ ചെയ്യുന്നത്. ഏതായാലും എന്ത് അശുദ്ധി ഉണ്ടായാലും, എത്ര ആരോഗ്യ പ്രശ്നം ഉണ്ടായാലും നിസ്കാരത്തിന് ഒരിക്കലും വിട്ടുവീഴ്ചയില്ല എന്നതാണ്. നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ല. നിസ്കാരം നിർബന്ധമായി നമ്മുടെ ബുദ്ധിയുള്ള കാലത്ത്, നമുക്ക് ബുദ്ധി എപ്പോ നിലനിൽക്കുന്നുണ്ട് ആ കാലത്ത് മുഴുവൻ നിസ്കാരം നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം നമ്മോട് പറഞ്ഞത്, നിൽക്കാൻ കഴിയുന്നില്ലേ എന്നാൽ ഇരുന്ന് നിസ്കരിക്കൂ, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലേ എന്നാൽ നിങ്ങൾ കിടന്ന് നിസ്കരിക്കൂ, കിടന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലേ എന്നാൽ നിങ്ങളുടെ കണ്ണുകൊണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കണം. കണ്ണടക്കിയിട്ട് ജീവിതാകുമ്പോൾ ഫുള്ളായിട്ട് കണ്ണ് അടക്കാം, റുക്കോയിൽ കുറച്ച് കണ്ണ് അടക്കാം. ആ കണ്ണുകൊണ്ടും നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലേ, അത്രയും ആരോഗ്യ പ്രശ്നമാണ്. എന്നാൽ മഹാന്മാരായ മഹാക്കൾ പറഞ്ഞതിന്റെ കൽബുകൊണ്ടെങ്കിലും നീ നിസ്കരിക്കണം. കൽബുകൊണ്ടെങ്കിലും നിസ്കാരത്തിന്റെ ആ ഒരു ചിത്രം ഉണ്ടാകും, നിസ്കാരത്തിന്റെ ആ ഒരു രൂപം, അത് നമ്മുടെ കൽബിനിങ്ങനെ ഒന്ന് ഓർത്ത് അവസാനിപ്പിക്കുക എന്നത് നിർബന്ധമാണ്. അതിന്റെ പോലും പരിശുദ്ധമായി ഇസ്ലാം നമുക്ക് വിട്ടുവീഴ്ച തരുന്നില്ല എന്നതാണ്. നിസ്കാരത്തിന്റെ കാര്യം ഗൗരവമാണ്. പക്ഷെ നമുക്ക് എന്തായെന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞല്ലോ, വൈനഹാലക ബീറ, നിസ്കാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരമുള്ള വിഷയമാണ്. എത്രയാണ് നമ്മൾ കാണുന്നത്, എത്ര വലിയ കിണർ വേണമെങ്കിൽ ഓരോരുത്തർ, കിണർ എത്ര അടിയുള്ള കിണർ വേണം ഓരോരുത്തർ, എത്ര വലിയ ബിൽഡിങ്ങിന്റെ പണിയാണെങ്കിൽ കണ്ടു കൊണ്ടുപോകണം, അതെല്ലാം എടുക്കുന്നുണ്ട്. പക്ഷെ നിസ്സാരമായ ഒരു നിസ്കാരം അത് നമുക്ക് ഭയങ്കര വിഷയമാണ്. കിണറെടുക്കുന്നതിനേക്കാൾ വലിയ വിഷയമാണ് ഈ രണ്ടേക്കാൾ നിശ്ചയിക്കാറ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാരമുള്ള വിഷയമാണ്. ഇല്ല അത് ഭക്തിയുള്ള ആളുകൾക്ക് ഒഴികെ, ഭക്തിയുള്ള ആളുകൾക്ക് അത് രണ്ടേക്കാത്തല്ല.
നിങ്ങൾ ഒരു 5 മിനിറ്റ് പ്രയാസം 5 മിനിറ്റ് അല്ല 5 മണിക്കൂറിന് പണിയെടുക്കും. എന്തായിട്ട് എടുക്കും. കിണറിന്റെ വലിയ കിണർ 2 ദിവസം കൊണ്ട് നമുക്ക് എടുത്തത്. അപ്പൊ ഒരു ബേജാറില്ല, ടെൻഷനില്ല, ഒരു ബുദ്ധിമുട്ടില്ല. എത്ര പണിയെടുക്കും, എത്ര വിയർപ്പ് പൊട്ടിക്കും എല്ലാം. പക്ഷെ അവരോട് നിസ്കരിക്കാൻ തനിയുണ്ട് നിസ്കരിക്കുമ്പോ 2 കാലത്ത് ഇതിന്റെ ഇടയ്ക്ക് നിസ്കരിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. എവിടെ നിസ്കരിക്കാലോ, പൊതുണ്ടാകാൻ മതി. എവിടെ നിസ്കരിക്കാം. അവിടത്ത് നടക്കുന്ന ഒരു വസ്ത്രം ധരിച്ചാൽ മതി. പറയുന്ന മണ്ണുണ്ട്, ചരിയുണ്ട്, വേർപ്പുണ്ട്. അതാണ് പറഞ്ഞേ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനൊരു നിയമമുണ്ട് ഏതൊരു നാട്ടില്, നമ്മുടെ ഇന്ത്യയിലല്ല പുറത്തുള്ള നാട്ടിൽ. വലിയ ഒരു 60 നിലയുടെ ബിൽഡിങ്ങിന്റെ പണി നടക്കുമ്പോൾ അതിന് വലിയൊരു സ്ക്രീൻ അതിന്റെ മുകളിൽ ഒരു തൊഴിലാളി നിസ്കരിക്കുന്ന ഒരു ചിത്രം കാണും. അല്ലെ, 60 നിലയുടെ ബിൽഡിങ്ങിന്റെ പണി നടക്കുകയാണ്. അപ്പൊ അതിന്റെ സ്ക്രീനിന്റെ ഓപ്പറേറ്റർ അതിന്റെ കാരണം അയാൾ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പോകണമെങ്കിൽ പണി കുറയുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സുബ്ഹാനല്ലാഹ് അയാൾ ആ ഒരു നിസ്കരിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. ചിലപ്പോ അയാളുടെ നിസ്കാരത്തിൽ പക്കത്തെ പള്ളിയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ 1 ലക്ഷം റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. അതിനേക്കാൾ വലിയ കൂലി അപ്പൊ ചിലപ്പോൾ അയാൾ കൊടുക്കും. അതിനേക്കാൾ വലിയ കൂലി ചിലപ്പോൾ അയാളെ നിസ്കാരം ചിലപ്പോൾ കൊടുക്കും. കാരണം അയാളുടെ നിസ്കാരം അങ്ങനത്തെ നിസ്കാരമാണ്. അത്രയും ബോധത്തോടെ അല്ലാഹുമായുള്ള ഒരു അടുപ്പവും അല്ലാഹുമായുള്ള ഒരു സ്നേഹവും ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കാഴ്ച. ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിസ്കരിക്കാനല്ല, ആ നിസ്കരിക്കുന്ന കാണുമ്പോൾ ആരെ അടുത്ത് പോയതാണ്. അത് കൊണ്ടുപോയാണ് താങ്കൾ ഭയങ്കര അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്, ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നിട്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ. കാരണം അയാൾക്ക് ഇറങ്ങി വരാനും പിടിക്കാനും കുറെ പണിയുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് എത്ര ആളുകൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ, ഗൾഫിലേക്കും മറ്റൊക്കെ യാത്ര പോകുന്നത്. ചിലപ്പോ 4 മണിക്കായിരിക്കും നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് വിടുന്നത്. അവിടെ അവിടുത്തെ സമയം ചിലപ്പോൾ 8 മണിയായിരിക്കും. അതിനിടയ്ക്ക് സുബഹിസ്കാരം 4 മണിക്ക് സുബഹിസ്കാരം പോയിക്കാരം പറ്റലല്ല. സുബഹിന്റെ സമയമാവില്ല. അത് എന്നിട്ട് അവിടെ എത്തുമ്പോ 8 മണിയായിരിക്കും. ആദ്യത്തെ 8 മണി നിസ്കാരമില്ല. ഫ്ലൈറ്റ് പോകുമ്പോൾ നിസ്കരിക്കണ്ട എന്നതുണ്ട്. നിസ്കാരം നിർബന്ധമാണ്. ഏത് സമയം ചിലപ്പോ ആ ഒരു അത്രയും ഉയർന്ന സ്ഥലത്തിൽ ചിലപ്പോ 500 ആളും 600 ആളുടെ വലിയ വിശാലമായ ഫ്ലൈറ്റിന്റെ ഇടയിൽ നമുക്ക് സൗകര്യപ്പെടുന്നത് പോലെ അള്ളാഹുവിന് വേണ്ടി നാം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരമായിരിക്കും അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും വലിയ കബൂലിയത്തുള്ള നിസ്കാരം. പൊതുവിന്റെ ടൈം ചെയ്യണോ? ടൈം ചെയ്യാൻ മണ്ണില്ല. എന്നാൽ സമയത്തിന്റെ ഉറവത്തിന് വേണ്ടി നമ്മുടെ മുന്നിലുള്ള ചുമരുകളിൽ അടിച്ച് നമ്മുടെ കൈയൊന്നോ ആറ്റുമല്ലിൽ വെച്ച് നമ്മുടെ അല്ലെങ്കിൽ പ്ലേറ്റിലിരിക്കുന്ന സീറ്റിന്റെ മുമ്പാകത്തുള്ള ആ സീറ്റിന്റെ ബാക്കിലേക്ക് ഒന്നിങ്ങനെ കൈ തയ്യാമിന്റെ നീയത്തുകൊണ്ടത് അടിച്ച് മുഖം തടകി, പിന്നെ അടിയടിച്ച് 2 കൈ തടകി, എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി ഇരുന്നിട്ട് ആ ഇരുന്നത്തിൽ ഒരു ആരെയും ബുദ്ധിമുട്ടാക്കാതെ റബ്ബിന് വേണ്ടി ഒരു നിസ്കാരം. ഇതിൽ പോയി നമുക്ക് പിന്നെ മടക്കി നിസ്കരിക്കാം. അതിനിടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും മൗത്തായി പോയാൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് നമ്മൾ രക്ഷപ്പെടും. ഇത്രയും നിർബന്ധമായ ഒരു വിഷയമാണ്. യാത്രക്കാർക്ക് പോലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല. അതിന് വേണ്ടിയിട്ട് എന്താക്കി ഒരു എളുപ്പാക്കി തന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം, ദുഹറിന്റെ അസറിനെ ഒന്നിച്ച് നിസ്കരിച്ചോളൂ, അല്ലെ അസറിന്റെ ഒക്കെ പിന്നെ നിസ്കരിച്ചോളൂ. നിസ്കാരം അത് വിട്ടുവീഴ്ചയില്ലാത്തവരാണ്. അത് എത്ര വലിയ യാത്രയാണെങ്കിലും എന്ത് നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും ബുദ്ധിയുണ്ടോ നിസ്കാരം നേടാം. ചിന്തിക്കേണ്ട വിഷയമാണ്. അമ്മ അതിന് രാവിലെ ചെയ്യാതെ പോകാം. നമുക്ക് ഏത് പണിയെടുക്കാൻ ഒരു ബേജാറില്ല. എന്തോ ഉഷാറായിട്ട് കിടക്കുന്നത്. രാത്രി എന്ത് പണി എല്ലാം എടുക്കും. പക്ഷെ സുബഹിന്റെ നേരത്തെ 2 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി സുബഹി നിസ്കരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഭൂമി നിസ്കരിക്കാൻ വലിയ പ്രയാസം. എല്ലാ പണിയെടുക്കും. മേസ്ത്രി പണി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ബേജാറാണ്. ആ കല്ല് കൊണ്ടുപോകും കുടിക്കാനും പോകാനുള്ള. നമുക്ക് ഒരു കല്ലെടുത്തെങ്കിൽ 4 ദിവസം കിടക്കണം. അത് പിടിക്കുന്നത് അങ്ങനെ ഒരു കല്ലെടുത്ത 4 ദിവസം പിന്നെ കഴിക്കുന്നത് അല്ലെ. എന്നാൽ ഓരോ എത്ര 500 കല്ല് കൊണ്ടിട്ട് 2 നേരിന്റെ മുകളിൽ കൊണ്ടിട്ട് വെച്ചിട്ട് താഴേക്ക് എല്ലാം എന്നിട്ട് ബാക്കി കേൾക്കുമ്പോൾ നിസ്കാരമില്ല. ദൂരായി അസനായി നിസ്കാരമില്ല. പിന്നെ ഇങ്ങനത്തെ അവസ്ഥയാണ്. ഏതായാലും ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അങ്ങനെയാണ്. നമ്മളെ പോലെ പല മുമ്പ് വന്നിട്ട് തന്നെ ഊഹത്തിൽ നിന്നിട്ട് ഇങ്ങനെ വൈറ്റിംഗ് ആക്കിയിട്ടുള്ള നിസ്കാരമില്ല. നിസ്കരിക്കാം. പിന്നെ സമയമാകുമ്പോൾ ഒരു ഊഹം എടുത്തിട്ട് പെട്ടെന്ന് വന്നിട്ട് ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെങ്കിൽ കൊടുക്കുന്ന സമയമാകുമ്പോൾ പോവാ ഊഹെടുക്കാം വരാം. ഏതായാലും അള്ളാഹുവിയായ ഇൽമുകൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയുന്നത് പോലെ നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാരും ഫുഖഹാക്കളും പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചതുപോലെയുള്ള നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നു. നീ കബൂലാക്കണമോ. നമ്മുടെ കൽബിന്റെ അവസ്ഥ അറിയുന്ന റബ്ബാണെന്നോ റബ്ബേ ഇഖ്ലാസുണ്ടോ ഇല്ലേ നിനക്കറിയാം. പഠിച്ചവനെ നാം ഈ ചെയ്യുന്ന പ്രവർത്തനത്തിൽ വലിയ അധ്വാനമുണ്ടല്ലോ. മറ്റുള്ള ആളുകളിലേക്ക് ചേർത്ത് നോക്കുന്നു. അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ സന്തോഷകരമായ ഉറക്കവും മറ്റുള്ളതൊക്കെ നീക്കിവെച്ച് പള്ളിയിൽ ഓടി വന്ന് അല്ലെങ്കിൽ വീടുകളിൽ എണിച്ച് നിശ്ചയിക്കുന്ന എത്രയോ ഉമ്മമാർ, എത്രയോ
എത്രയോ നല്ലവരായ മോഹിനികൾ ഓരോരുത്തരുടെ ഓരോ അക്കണത്തുകളും ഓരോ തസ്ബീഹുകളും തക്ബീറുകളും നിന്റെ അടുത്ത് കബൂലിയത്തുള്ളതാക്കി തരണേ റഹ്മാനെ. വല്ല കുറവുകൾ, വിട്ടുവീഴ്ചകൾ, വല്ല അബദ്ധങ്ങൾ, സദത്തുകൾ അല്ലാഹുവേ നാം അറിയാതെ നമ്മുടെ ഇബാദത്തുകളുടെ ഇടയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് മുഴുവനും നിങ്ങൾക്ക് നീ പരിഹരിച്ചു തരണേ അല്ലാഹ്. നീ പരിഹരിച്ചു തരണേ റബ്ബേ. നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹം മരണം വരെ നിനക്ക് വേണ്ടി നിന്ന് നിസ്കരിക്കണം എന്നുള്ളതാണ് റബ്ബേ. അതിനുള്ള ആരോഗ്യവും അതിനുള്ള ആഫിയത്തും സന്തോഷവും നീ നിലനിർത്തി തരണേ റഹ്മാനെ. എത്രയോ ആളുകൾ നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് പള്ളിയിൽ കടന്നു വന്ന് നിസ്കരിച്ച ആളുകൾ റബ്ബേ മുട്ടുവേദന കൊണ്ട് നടക്കാൻ കഴിയാതെ ഇരിക്കാൻ കഴിയാതെ പ്രയാസത്തോടെ വീടുകളിൽ നിസ്കരിക്കുന്ന ആളുകളുടെ വളർച്ചോനെ അല്ലാഹുവേ അവർക്കുള്ള ആ ഇബാദത്തുകൾക്ക് വലിയ സവാബ് നീ നൽകണേ അല്ലാഹ്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. എത്രയോ രോഗികൾ നമ്മുടെ വീടുകളിലുണ്ട്, അയൽവാസികളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, നാട്ടുകാരിലുണ്ട്, സ്നേഹിതന്മാരിലുണ്ട്. സഹായിച്ചവരിൽ, ഭക്ഷണം തന്നവരിൽ, വെള്ളം തന്നവരിൽ, വസ്ത്രം തന്നവരിൽ, പല രൂപത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച ആളുകളിൽ പലരും ഇന്ന് രോഗികളാണ്. അവരുടെ കുടുംബത്തിൽപ്പെട്ട പലരും രോഗികളാണ്. പരിപൂർണ്ണ ശിഫാവ് നൽകുന്നോ ശിഫാവ് നൽകണേ. അവർക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണേ അമ്മ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ കബർ സ്വർഗമാക്കുമ്പോ അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ. അവർക്ക് ഓരോ ദിവസങ്ങളും ഞങ്ങളെ നെട്ടിപ്പിക്കുന്ന പല രൂപത്തിലുള്ള മരണവാർത്തകൾ, പ്രായത്തിന്റെ വ്യത്യാസമില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിന്റെ ഇടയിൽ കളിച്ചു കഴിയുമ്പോൾ മരണം, പടച്ചവനെ പള്ളിയിലാക്കി പോകുമ്പോൾ മരണം, പള്ളിയിൽ വരുമ്പോൾ മരണം. അല്ലാഹുവേ പടച്ചവനെ നമുക്കൊക്കെ ഇതിന്റെ പൊരുത്തത്തിലായി ആഫിയത്തോടു കൂടിയുള്ള ദീർഘ ആയുസ് നൽകണേ അല്ലാഹ്. റബ്ബേ നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد.